SFI പഠിപ്പ് മുടക്ക സമരത്തിന് ഔദ്യോഗിക അവധി നൽകിയെന്ന് പരാതി. കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിലാണ് അവധി നൽകിയത്. അവധി അറിയിച്ചുകൊണ്ട് രജിസ്ട്രാർ ഇമെയിൽ സന്ദേശം നൽകിയെന്നതാണ്. അത് ചട്ടലംഘനമാണ് എന്ന പരാതിയുമായി ABP രംഗത്ത് വന്നിരിക്കുന്നു. സാരംഗ് സുരേഷ് തന്നെ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. സാരംഗ്, അതൊരു ചട്ടലംഘനം തന്നെയാണല്ലോ. ഇപ്പോൾ ആര് സമരം നടത്തിയാലും അത് ഒരു ഔദ്യോഗിക അവധിയായി പ്രഖ്യാപിക്കാതെ ഇപ്പോൾ ഏത് വിദ്യാർത്ഥി സംഘടന നടത്തിയാലും അത് അധികൃതരുടെ ചുമതലയല്ലല്ലോ. എന്നാൽ ശരി, അവധി നൽകിയേക്കാമെന്നത് എന്താ സംഭവിച്ചത്? ആരോപണം ശരിയാണോ? ദിവീഷ്, സാധാരണ രീതിയിൽ വിദ്യാഭ്യാസ ബന്ധുക്കളും പഠിപ്പുമുടക്ക സമരങ്ങളൊക്കെ തന്നെ കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും ഉണ്ടാകുന്ന സമയത്ത് സ്കൂളുകളും കോളേജുകളും ഒക്കെ തന്നെ വിടുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. പക്ഷേ ഇതൊരു ഔദ്യോഗിക അവധിയായി മാറുന്നു എന്നുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാസർകോട്ടെ കേരള സർവകലാശാലയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. യൂണിയൻ ഭാരവാഹികളടക്കമുള്ള SFI നേതാക്കൾ VCയുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവർ പ്രകടനം നടത്തിയ ശേഷമാണ് VCയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. മുൻകാലങ്ങളിലൊക്കെ തന്നെ സംഘപരിവാർ ചായ്വ് പരസ്യമായും അതുപോലെ തന്നെ പരോക്ഷമായൊക്കെ തന്നെ നേരിട്ട് കാണിച്ചിരുന്ന ഒരാളാണ് സിദ്ദു പി അൽഗൂർ എന്ന അവിടുത്തെ VC. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിൽ ഒരു ഔദ്യോഗിക അവധിയാക്കി ഈ പഠിപ്പുണക്ക സമരത്തെ മാറ്റിയതെന്ന് ഇതുവരെയും അത്തരത്തിലുള്ളൊരു ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. എന്തായാലും ABVP വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇത്രയും കാലം VCയുടെ എല്ലാ നിലപാടുകളെയും പൂർണ്ണമായി പിന്തുണച്ചിരുന്ന ABVP ഇപ്പോൾ VCയുടെ കോലം കത്തിക്കുന്ന രീതിയിലേക്ക്, VCക്കെതിരെ മുദ്രാവാക്യം ക്യാമ്പസിനകത്ത് മുഴക്കുന്ന രീതിയിലേക്ക്, ആ ഒരു രീതി മുഴുവൻ ക്യാമ്പസിനകത്ത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിപൂർണമായി മാറുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ രീതിയിലൊരു ഔദ്യോഗിക അവധിയായി പഠിപ്പുടക്ക സമരത്തിനെ മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകേണ്ടത് VCയും അതോടൊപ്പം തന്നെ സർവകലാശാല അധികൃതരുമാണ്. എന്തായാലും അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള കുറിപ്പുകളോ വിശദീകരണങ്ങളോ ഈ നിമിഷം വരെയും പുറത്തു വന്നിട്ടില്ല. ശരി, എന്തായാലും ഒരു വിശദീകരണം നൽകേണ്ടതുമാണ്. അങ്ങനെ ഏത് സംഘടന അല്ലെങ്കിൽ ഏത് വിദ്യാർത്ഥി സംഘടന സമരം പ്രഖ്യാപിച്ചാൽ അവധി നൽകാനിരിക്കുന്നവരല്ലല്ലോ ഈ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ആണെങ്കിലും തലവന്മാർ. അപ്പോൾ അത് എന്താണ്, അങ്ങനെ അവധി നൽകിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇമെയിൽ സന്ദേശം പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും വിശദീകരിക്കേണ്ട കാര്യമാണ്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.